ഇത്ര പെട്ടെന്നൊക്കെ പോണോ മോനെ? അവൻ പോയാലല്ലേ അമ്മേ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ മുന്നോട്ട് പോകൂ. പോകുന്നതിന് മുൻപ് വർമ്മ സാറിന്റെ പ്രശ്നങ്ങള് പരിഹരിച്ചിരിക്കണം. അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ. ശരി മോളെ. ശരി മേ. ചെറിച്ച, ശരി മേ. മോള് സന്തോഷത്തോടെ പോയിട്ട് വാ. ഈ ജോലി മോൾക്ക് തന്നെ കിട്ടും, അത് ഉറപ്പാ. ദൈവമേ, മകളെ ജോലിക്ക് വിട്ട് വെറുതെ വീട്ടിലിരിക്കേണ്ട ഒരച്ഛന്റെ ഗതികേട് പറഞ്ഞറിയിക്കാൻ വയ്യ. അത് ആർക്കും അങ്ങനെ മനസ്സിലാവുകയില്ല. അതിന് ഏട്ടനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടോ വിഷമിച്ചിട്ടോ യാതൊരു കാര്യമില്ല. മോക്ക് വിദ്യാഭ്യാസം ഉള്ളതല്ലേ, അവള് ജോലി ചെയ്യട്ടെ. വലിയ വലിയ ലക്ഷാധിപതികളുടെ മക്കള് ജോലിക്ക് പോകുന്നു. പിന്നെയാ ഇവള്. ഞാൻ എന്റെ കാര്യം ചേച്ചി പറഞ്ഞത്. ആ കേസ് കാരണം എന്റെ പെൻഷൻ എല്ലാം മരവിപ്പിച്ചിരിക്കുക. അത് കൃത്യമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്റെ മോളെ ഞാൻ ജോലിക്ക് വിടില്ലായിരുന്നു. എന്റെ മോളെ അനുഗ്രഹിക്കണേ ദൈവമേ. എന്താടി രാധമ്മേ, നിന്റെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം? പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുവോ? ഇത്രയും നാള് നമ്മുടെ മോൻ വിദേശത്തുള്ള കമ്പനിയിലായിരുന്നു. ഇപ്പൊ ആദ്യമായിട്ട് കേരളത്തിലുള്ള അവന്റെ സ്വന്തം കമ്പനിയില് ആദ്യമായിട്ട് പോകുന്ന ദിവസമല്ലേ? ആ, അത് ശരിയാണല്ലോ. നമ്മുടെ മോൻ ഇത്രയും വലിയൊരു സ്ഥിതിയിലെത്തിയതിന് തമ്പുരാനോട് എത്ര വട്ടം നന്ദി പറഞ്ഞാലാ മതിയാവുക? അതങ്ങനെയാടി. നീതിയോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അനർത്ഥങ്ങളും അപകടങ്ങളും അനവധിയാ. പക്ഷേ ദൈവം അവരെ താങ്ങി നിർത്തും. ഞാനും നീയും നമ്മുടെ മോനും നീതിയോടെ ജീവിച്ചവരാ. അതെന്താ അച്ഛാ, ഞാനും ചേട്ടനും നീതിയോടെ ജീവിച്ചവരല്ലേ? അച്ഛൻ അതെന്ത് വർത്താനായി പറഞ്ഞത്? നീതി സ്റ്റോറിൽ നിന്ന് ഞാൻ പലചരക്ക് സാധനം മേടിക്കാറുള്ളൂ. നീതിയുടെ മെഡിക്കൽ സ്റ്റോർ എവിടെയുണ്ടോ അവിടെ നിന്നേ ഞാൻ മരുന്നുകൾ മേടിക്കാറുള്ളൂ. എന്നിട്ട് നീതി ഇല്ലാത്തവർന്ന്. നീതിയോടെ ജീവിച്ചിരുന്നവരാണല്ലോ പഴയ വീട് വിറ്റപ്പോ അന്ന് 20 ലക്ഷവും വാങ്ങി മൂട്ടിലെ പൊടിയും തട്ടി സ്ഥലം വിട്ടത്. മാതാപിതാക്കന്മാരോട് സ്നേഹമുള്ളവരാണല്ലോ അന്ന് ആ പോക്ക് പോയത്. എന്റെ മോൻ കാശുകാരനായി തിരികെ വരുന്നതുവരെ ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാമായിരുന്നു. അല്ലാതെ പിന്നെ ഈ വീടിന്റെ പണിയൊക്കെ നടന്ന് പിന്നെ ഐശുവിനെ പഠിപ്പിക്കാനുള്ള തിരക്ക്. പിന്നെ അല്ല, നിങ്ങൾ എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നേ? ഒരാളെ. ഞങ്ങൾക്ക് ഒരു മോളല്ലേ ഉള്ളൂ. എന്നാ ഞങ്ങൾക്ക് നീ ഉൾപ്പെടെ 3 കുട്ടികളാ. ഒരു തിരക്കും ഇല്ലാതെയാ ഞങ്ങൾ അവരെ വളർത്തിയതും പഠിപ്പിച്ചതും. ഇതാണ് ഇങ്ങനെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ട്. ഏത് നേരം കിടന്നൊക്കെ ചെറിയും. എനിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പം ഞാനുമായിട്ട് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഇങ്ങനെ ഈ ഓഞ്ഞ ചിരി കാണുമ്പോ എല്ലാം മറക്കും. നീ പറയാമെന്നതൊന്നുമല്ല. നിന്നെക്കാളും ബുദ്ധിശാലിയായ എന്റെ മോള് അത് റൂട്ട് തെറ്റിച്ചു വിട്ടതാ. എന്നാൽ ഈ വേണുവച്ചന്റെ ഒരു ബുദ്ധി. ഓ, പിന്നെ കുരിശ് വരപ്പിക്കാൻ പഠിപ്പിക്കില്ലേ മോനെ?
ഹലോ. എന്റെ മോന്റെ വരവ് കണ്ടോ? ഈ വരവ് കാണാനാ ഞാൻ പ്രാർത്ഥിച്ചത്. ആ വർമ്മയുടെ പിറകെ ഒരു ആട്ടുംകുട്ടിയെ പോലെ പെട്ടിയും പിടിച്ച് നടന്നതല്ലേ. ഇപ്പൊ ആ വരവെന്ന് നോക്കി. എനിക്കൊരു ഐഡിയ. എന്താ ഐഡിയ? ആ, അളിയനിപ്പോ കോടീശ്വര ഒരു ബിസിനസ്സുകാരന്. PA എന്നുള്ള രീതിയിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. ഞാൻ PA ആയാലെന്താ? നീ ആ അമ്പിയുടെയും അനന്തമ്പിള്ളയുടെയും PA ആയിരുന്നില്ലേ? അത്തരം PA-മാരൊന്നും എന്റെ മോന് വേണ്ട. തന്നെയല്ല, അനിയന്റെ PA ആയിട്ട് ഏതെങ്കിലും ചേട്ടന്മാര് നടക്കൂ? സാർ, ഗുഡ് മോർണിംഗ് സാർ. തന്നാട്ടെ. ഗുഡ് മോർണിംഗ് സ്വാമി. അല്ല, ചോദിക്കാൻ വിട്ടുപോയി. അളിയൻ എത്ര ദിവസത്തേക്ക് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്? സത്യം പറഞ്ഞ ഇനി ഒരു 2 months. ഓ, അല്ല, ഇവിടുന്ന് ഇപ്പൊ ആദ്യം എങ്ങോട്ടാ? ആദ്യം ചെന്നൈ ഓഫീസ്, പിന്നെ മുംബൈ, അതുവഴി നേരെ ലണ്ടൻ. ഇത്ര പെട്ടെന്നൊക്കെ പോണോ മോനെ? അവൻ പോയാലല്ലേ അമ്മേ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ മുന്നോട്ട് പോകൂ. പോകുന്നതിന് മുൻപ് വർമ്മ സാറിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കണം. അച്ഛാ, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരട്ടെ അച്ഛാ. പോയിട്ട് വാ മോനെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അമ്മേ, അപ്പോ ഓൾ ദിവസം അളിയാ ഇവിടുത്തെ ഓഫീസിൽ ആദ്യമായിട്ട് ചെല്ലുന്നതല്ലേ, പോയി പൊളിക്കേ.